നോക്കൂ ശ്രീമതി സ്മൃതി, ഒരു വലിയ വിസ്മയം ഇന്ന് തിരുവനന്തപുരത്തുണ്ടായിട്ട് അതിലെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഉപദേശത്തിന്റെ ഒരു സാരാംശം ഉൾക്കൊള്ളാൻ പറ്റാതെ അത് ചർച്ചയാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ് തിരുവനന്തപുരത്ത് സംസാരിച്ചത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം BJPക്കെതിരെ ആഞ്ഞടിച്ച ഒരു രാഹുൽ ഗാന്ധിയെ കണ്ടു. യഥാർത്ഥ ഇടതുപക്ഷത്തിന്റെ മുഖമാണ് തിരുവനന്തപുരത്ത് ആദ്യത്തെ പ്രസംഗത്തിൽ കണ്ടത്. രണ്ടാമത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ആവിഷ്കരിച്ചത് കേരളത്തിലെ ജനങ്ങൾ UDFനൊപ്പം വന്നു എന്ന് തോന്നിയത് കൊണ്ടാണ്. അത് ഉപതെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെയും അടിസ്ഥാനത്തിലാണ്. പിന്നീട് അദ്ദേഹം ഇന്ദിരാ ഗ്യാരണ്ടിയായ 5 ഗ്യാരണ്ടിയാണ് പ്രഖ്യാപിച്ചത്. അല്ലാണ്ട് അതൊരു വാഗ്ദാനമല്ല, 5 ഉറപ്പുകളാണ്. UDF അധികാരത്തിൽ വന്നത് ആ ഗ്യാരണ്ടിയാണ്, അല്ലാണ്ട് പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നവരല്ല. അത് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് ആണ് കോടതിയൊക്കെ സൂചിപ്പിക്കുന്നത്, ഗവൺമെന്റ് ഭരിക്കുന്ന ഗവൺമെന്റ്. ഇത് പ്രതിപക്ഷത്തിരിക്കുന്നവർ നൽകുന്ന ഗ്യാരണ്ടിയാണ്. ഇന്ന് രാത്രി തൊട്ട് ശ്രീമതി സ്മൃതി, ഇന്ന് രാത്രി മുതൽ കേരളത്തിലെ CPM നേതാക്കൾ ഉറക്കം നഷ്ടപ്പെട്ടു. സംശയം വേണ്ട. നാളെ നിങ്ങൾ നോക്കിക്കോ, രാഹുൽ ഗാന്ധിക്കെതിരെ ഖഡ്ഗവുമായിട്ട് എല്ലാവരും ഇറങ്ങും. എന്ത് അർത്ഥപൂർണമായ ഒരു വിമർശനം അല്ല അവർ നടത്തുക. അവർ നാളെ മുതൽ പരിഹസിക്കും. ട്രോളുകളർക്കും അവര്. പരിഹാസമാണ് അവരുടെ ആയുധം, നുണയാണ് അവരുടെ മറ്റൊരായുധം, അശ്ലീലമാണ് അവരുടെ മൂന്നാമത്തെ ആയുധം. അപ്പൊ നാളെ മുതൽ നുണയും പരിഹാസവുമായിട്ട് ഇവർ രംഗത്തിറങ്ങും. അതുകൊണ്ടാണല്ലോ സതീശനെ ഇങ്ങനെ നുണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു ഭരണപക്ഷം ഇന്ന് രാത്രി മുതൽ എന്തുകൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്നു എന്നൊരു ചോദ്യം അവിടെ വരികയാണ്. ഇവർക്ക് നാളെ ഇതുപോലത്തെ ഗ്യാരണ്ടി ഇവർക്ക് കൊടുക്കാൻ പറ്റുമോ ശ്രീമതി സ്മൃതി? ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു 10 വർഷം ഭരിച്ചു. 10 വർഷം പഠിച്ചിട്ട് ഇറങ്ങി പോകാൻ നേരം പ്രകടനപത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും നടപ്പാക്കി എന്നതുള്ള അവകാശവാദമാണ് ഇപ്പോൾ CPM ഉന്നയിക്കുന്നത്. ഏത് പ്രകടന പത്രിക ആര് കണ്ടിരിക്കുന്നു? കേരളയിൽ പ്രകടന പത്രികയിലുണ്ടോ? ഇല്ലല്ലോ. കേരളയിൽ എവിടെ പോയി? അവരുടെ ഏറ്റവും വലിയ പദ്ധതി ഇതല്ലേ ശ്രീമതി സ്മൃതി. ഇന്ന് വരെ പ്രതിപക്ഷവും അതുപോലെ പത്രപ്രവർത്തകരും അതുപോലെ ഈ നാട്ടിലെ രാഷ്ട്രീയ ചിന്തകരും ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ 10 വർഷത്തെ ഭരണത്തിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി പറയൂ. ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി, നിങ്ങളുടെ കൊടിയടയാളം വ്യക്തമാക്കുന്ന ഒരു പദ്ധതി പറയൂ എന്ന് പറയും. അവർക്കില്ല. അവർ കൊണ്ടുവരാൻ നോക്കിയത് കേരളയിലാണ്, അത് പോയി. പിന്നുള്ളതൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങിയതൊക്കെയാണ്. അത് ഭരണ തുടർച്ചയുടെ ഭാഗമായിട്ട് പൂർത്തീകരിച്ചവരാണ്. അതൊക്കെ ശരി തന്നെയാണ്. ഇന്നിപ്പോ പെരുമ്പളം പാലം പൂർത്തീകരിച്ചു. പെരുമ്പളം പാലത്തിന്റെ തുടക്കമിട്ടത് VS അച്യുതാനന്ദനാണെന്ന് ആരും ഇന്ന് പറഞ്ഞില്ല. VS അച്യുതാനന്ദന്റെ കാലത്ത് തുടക്കമിട്ട് പിന്നീട് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്ന് അതിനുശേഷം വന്നിട്ട് തുടർച്ചയായ ഗവൺമെന്റുകളൊക്കെ ഉണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. ഞാൻ ഇന്നത്തെ പ്രസംഗം മാത്രം രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ CPMനെ കുറിച്ച് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു. BJPയുടെ ഒരു ഘടകകക്ഷിയെ പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളത്. ഇവർക്ക് ഉത്തരവുണ്ടോ അതിന്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എനിക്കെതിരെ 35 കേസുണ്ട്. രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെതിരെ 35 കേസുണ്ട് EDയുടെ. കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ എത്ര കേസെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഇവര് നാളെ പറയാൻ എന്താ അറിയോ? കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ED അറസ്റ്റ് ചെയ്യാത്തത് എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. ഇവർ പണ്ടങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് തന്നെ പറയുന്നത്. അതായത് കേരളത്തിലെ CPMഉം BJPയും തമ്മിലുള്ള ബന്ധം, അതിന് കൂടുതലൊന്നും പറയേണ്ട. PM ശ്രീ പദ്ധതിയും ലേബർ കോഡ് പദ്ധതിയും മാത്രം മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധിയെ ജനം വിശ്വസിക്കുന്നുള്ളതുകൊണ്ടാണ്. രാഹുൽ ഗാന്ധിയാണ് പറയുന്നത് ഗ്യാരണ്ടി. അപ്പൊ രാഹുൽ ഗാന്ധിയെ ജനം വിശ്വസിക്കുന്നു. അപ്പൊ രാഹുൽ ഗാന്ധി പറയും, നിങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കണം. മോഹിനിയാട്ടമോ അല്ലെങ്കിൽ അതുപോലുള്ള സിംഗിൾ ഡാൻസോ അല്ല വേണ്ടത്, ഗ്രൂപ്പ് ഡാൻസ് ആണ് വേണ്ടത്. ഗ്രൂപ്പ് ഡാൻസിനാണ് ഭംഗി. എന്ന് വെച്ചാൽ അത് പഴയകാലത്തെ കമ്മ്യൂണിസ്റ്റുകൾ വിട്ടുപോയ ആശയമാണ്. അതായത് ഓർഗനൈസേഷൻ എത്തിക്സ് എന്ന് പറഞ്ഞ സാധനമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. അത് എല്ലാവരും ചേർന്നിരിക്കുന്ന തീരുമാനമാണ്. അതിപ്പോ അതല്ല, ഒരു സിംഗിൾ ഡാൻസാണ് നടക്കുന്നത്. അങ്ങനെയുണ്ട് കേട്ടോ. ഒരു സിംഗിൾ ഡാൻസ് ആണ് ഭരണപക്ഷത്ത് നടക്കുന്നത്. ആ സിംഗിൾ ഡാൻസ് മനസ്സിലുള്ളത് കൊണ്ടാണ് പ്രതിപക്ഷത്തുള്ളവരെങ്കിലും സിംഗിൾ ഡാൻസ് കളിക്കരുത്, നിങ്ങൾ ഗ്രൂപ്പായി കളിക്കുമെന്ന് പറയുന്നത്. കാരണം അവിടുത്തെ സ്ഥിതി അറിയാമല്ലോ. ഒറ്റയാളായ ഒറ്റയാൾ ഭരണം, ഒറ്റയാൾ പാർട്ടി, ഒറ്റയാൾ നേതൃത്വം, ഇതൊക്കെ അറിയാമല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നേതാക്കൾ തമ്മിലുള്ള പരസ്പര പോരിലാണ് പലപ്പോഴും സംസ്ഥാനം തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് ഓർമ്മയിലുള്ളത് കൊണ്ടാണ് ഈ ഭരണം നേടാൻ ഇവിടെ സംഘനൃത്തം വേണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത്. അല്ല, അത് ആ സംഘനൃത്തം നമ്മൾ ആ രീതിയിലല്ലത് കാണേണ്ടത്. നോക്കൂ ശ്രീമതി, അതൊരു പൊതുയോഗത്തില് ഒരു ഐക്യത്തിന്റെ ആഹ്വാനം മുഴക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാവുന്ന ഒരു ഉദാഹരണം വേണം. അത് ഉൾക്കൊള്ളാൻ പറ്റണം ജനത്തിന്. അതായത് ഇപ്പൊ ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി എന്നൂടെ പറയുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്, പറ്റിക്കാൻ പറ്റില്ല. ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പദ്ധതിയാണ്. ഈ പുതുയുഗ യാത്രയില് നമ്മുടെ നാട്ടിലത്തെ കുട്ടികൾ ശ്രീ VD സതീശനെ കാണാൻ വന്നു രാവിലത്തെ പ്രഭാത സംഗമത്തില്. അതിൽ കുട്ടി പറഞ്ഞു,
മറ്റേ എ ടൈപ്പ് ഒരു പ്രമേഹമുണ്ട് കുട്ടികൾക്ക് വരുന്നത്. അത് ഉമ്മൻചാണ്ടി കാലത്ത് മിഠായി എന്നൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി അട്ടിമറിച്ചിട്ട് വില കുറഞ്ഞ ഇൻസുലിൻ കൊടുത്തിട്ട് നശിപ്പിച്ചു കളഞ്ഞു. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ഉമ്മൻചാണ്ടിയുടെ പേരില് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന പദ്ധതികളൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തൊഴിലില്ലായ്മ വേതനം തൊട്ട് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറയുന്ന ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ ജനഹിതം മനസ്സിലാക്കി, ജനഭേരി മനസ്സിലാക്കി, ജനങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകള്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ ജനങ്ങളൊപ്പം നിന്നു. ആ ജനങ്ങളൊപ്പം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ജനങ്ങളൊപ്പം ഇല്ലെങ്കിൽ പറയാൻ പറ്റുമോ? അപ്പൊ ജനങ്ങളൊപ്പം ഉള്ളത് കൊണ്ട് പറയുമ്പോൾ നാളെ CPM-ന് ഉത്തരമില്ല. അവർക്കൊരു ഗ്യാരണ്ടിയും കൊടുക്കാൻ പറ്റില്ല. 900 പദ്ധതിയിലെ 99 899 പൂർത്തീകരിച്ചു നോട്ട് കാര്യമില്ല. ആരെയൊക്കെ അറിയണത് ഈ തുടർച്ചയുടെ ഭാഗമാണ്. ഒരു ഗവൺമെന്റിന്റെ ഭരണ സംവിധാനത്തിന്റെ തുടർച്ചയുടെ ഭാഗമാണത്. അല്ലാണ്ടത് ഗവൺമെന്റിന്റെ ഒരു മുന്നണിയുടെ അല്ല. ഇവിടെ സതീഷ് ചന്ദ്ര കാര്യം പറഞ്ഞ ഞങ്ങൾ ഓർക്കണം. സെക്രട്ടേറിയറ്റിൽ അവിടെ ഒരു എഫിഷ്യൻസി കൊണ്ടുവരും. ഇപ്പൊ അറിയാലോ, IAS ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള പോരിൽ ഇപ്പൊ കോടതി എന്താ വിധിച്ചത് ഇന്ന് മനസ്സിലാക്കും. അപ്പൊ സെക്രട്ടേറിയറ്റിൽ അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരും. ഇതൊക്കെയാണ് കാര്യം. ഇതിനൊന്നും CPM-ന് മറുപടിയില്ല. ഇനി ഉറക്കമില്ലാത്ത നാളുകളാണ് CPM-ന്, ഉണർവുള്ള നാളുകളാണ് UDF-ന് എന്നുള്ളത് ഇന്നത്തെ പുത്തരിക്കണ്ട മൈതാനത്ത് നിന്നും വ്യക്തമായിട്ടുണ്ട്.